നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇൻവെൻട്രിയിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ. ഈ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു സെൻട്രലൈസ്ഡ് പർച്ചേസ് നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. പർച്ചേസ് എല്ലാം നമുക്ക് ഒരു ബ്രാഞ്ചിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് വരുന്നത്. അവിടെ നിന്നിട്ടാണ് നമുക്ക് എല്ലാ ബ്രാഞ്ചുകളിലേക്കും അല്ലെങ്കിൽ വേറെ ലൊക്കേഷനുകളിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. സെയിം GSTയിലാണ് നമുക്കൊരു സ്ഥലത്ത് പർച്ചേസ് വയ്ക്കുന്നു, എന്നിട്ട് നമ്മുടെ ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു മെത്തേഡ് എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് നമുക്ക് അതിനുവേണ്ടി മാത്രമല്ല, ഒരു ബ്രാഞ്ചിലിരിക്കുന്ന ഐറ്റം അവിടെ സെയിൽ പോകുന്നില്ല, കുറച്ച് നാളായിട്ട് അവിടെ ഇരിക്കുകയാണ്, നമുക്കത് വേറൊരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുവയ്ക്കണം, അങ്ങനെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇൻറ്റേർണൽ ബ്രാഞ്ച് ട്രാൻസ്ഫറും ഒക്കെ നമുക്കിതുവഴി ചെയ്യാൻ പറ്റും. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ പ്രോസസ്സാണ്. നമുക്കിത് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ അടിച്ച് സേവ് ചെയ്യുമ്പോൾ തന്നെ ആ റിസീവിങ് എൻഡിൽ സ്റ്റോക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി അങ്ങനെയല്ല, റിസീവിങ് എൻഡിൽ അവർ അക്നോളജ് ചെയ്താൽ മാത്രമേ, അവരത് ആ സ്റ്റോക്ക് വെരിഫൈ ചെയ്ത് അവരവിടെ അപ്രൂവ് കൊടുത്താൽ മാത്രമേ അവരുടെ സ്റ്റോക്കിലേക്ക് കയറൂ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അത് കുറച്ചുകൂടെ ഒരു സേഫ്റ്റി മെഷേഴ്സും കൂടെ ഉള്ളതാണത്. കാര്യം റിസീവ് ചെയ്യുന്ന ആൾ ആ സ്റ്റോക്ക് അയാൾ കണ്ടു, അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ആ ഷോപ്പ് മാനേജറോ ആ ലൊക്കേഷൻ്റെ ഇൻചാർജുള്ള ആളോ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ സ്റ്റോക്കിലേക്ക് അത് കയറില്ല. ഇത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് റിപ്പോർട്ടിനകത്ത് കിട്ടും. അതായത് ആദ്യത്തെ ബ്രാഞ്ചിലും ഇല്ല, രണ്ടാമത്തെ ബ്രാഞ്ചിലും ഇല്ല, ഇന്ന ബ്രാഞ്ചിൽ നിന്ന് ഇന്ന ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോയ സാധനം, ഇത്ര സാധനം അവിടെ റിസീവ് ചെയ്യാതെ കിടപ്പുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനും പറ്റും. അതിൻ്റെ ആവശ്യം ചിലപ്പോൾ ഗുഡ്സ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ട്രാൻസ്ഫർ അടിച്ച് വിട്ടിട്ടുണ്ടാവും, പിറ്റേ ദിവസമായിരിക്കും അവിടെ എത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സ്റ്റോക്കിൽ സെൻഡിങ് ലൊക്കേഷനിൽ നിന്ന് അത് സ്റ്റോക്ക് കുറയണം. എന്നാൽ റിസീവിങ് എൻഡിൽ പിറ്റേ ദിവസമേ എത്തുന്നുള്ളൂ. അവിടെ എത്തുന്ന സമയത്തല്ലേ അവർക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാം, അക്നോളജ്മെൻറ്റ് യൂസ് ചെയ്യാം. ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം നമുക്ക്. ഇപ്പോൾ ഹെഡ് ഓഫീസിലാണ് ഫുൾ സെൻട്രലൈസ്ഡ് പർച്ചേസ് വരുന്നതെന്ന് വിചാരിക്കുക. ഈ കേസിൽ ഹെഡ് ഓഫീസ് ടു എങ്ങോട്ടാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമുക്ക് കാട്ടാക്കട ബ്രാഞ്ചിലോട്ടൊരു ട്രാൻസ്ഫർ അടിക്കാം. KTKDA എന്ന് പറയുന്ന ലൊക്കേഷൻ ആണ്. ഞാൻ ആ ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഏത് വെഹിക്കിളിലാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ വെഹിക്കിളിൽ കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നമ്പർ കൊടുക്കാം, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും കൊടുക്കാം. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് മീൻസ് ഇപ്പം റോഡാണോ, എയർ ആണോ, ഷിപ്പാണോ, അങ്ങനെ. ദെൻ യുണീക്ക് സീരിയൽ നമ്പറുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഐറ്റം എടുത്ത് വയ്ക്കുക, സ്കാൻ ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ആഡായി പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മൾട്ടിപ്പിൾ ബാച്ചുള്ള ഐറ്റം ആണെന്ന് വിചാരിക്കുക. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് 9 എണ്ണം ഉണ്ട്. 9 എണ്ണം ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എത്ര ക്വാണ്ടിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് ചോദിക്കും. 9 എണ്ണം ഉണ്ട്, അതിൽ ഞാനൊരു 3 ക്വാണ്ടിറ്റി ട്രാൻസ്ഫർ ചെയ്യാണ്. ഇനി നോ ബാച്ച് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ID-യിലോ നെയിമിലോ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ക്വാണ്ടിറ്റി കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു 3 ഐറ്റം ഞാൻ ഇത് ചെയ്യുന്നു. ഒരു സീരിയൽ നമ്പറും കൂടെ ഞാൻ ചെയ്യാം. ഇതും കൂടെ ചെയ്തു. ഇത് ചെയ്തു, ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതൊരു വെറും ഒരു എൻട്രി ആയിട്ട്, ഒരു ഡമ്മി എൻട്രി ആയിട്ട് സേവായി അവിടെ കിടക്കുക മാത്രമേ ഉള്ളൂ. വേറെ ഒരു നമ്മുടെ ഈ HOയിൽ നിന്ന് സ്റ്റോക്ക് കുറയത്തുമില്ല, എന്നാൽ കാട്ടാക്കട സ്റ്റോക്ക് കയറത്തുമില്ല. ഇതൊരു ഡമ്മി എൻട്രി ആയിട്ട് കിടക്കുകയാണ്. ഈ ഡമ്മി എൻട്രിയെ വെരിഫൈ ചെയ്തു. ഇപ്പോൾ ചിലപ്പോൾ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റാൻ വേണ്ടിയിട്ട് പാക്കിംഗ് സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് വിടാം. ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോയി എന്നുള്ളത് ഓക്കെയാണ്, അത് കൺഫേം ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്രൂവ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ അപ്രൂവ് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്റ്റോക്ക് ഇന്നത് കുറയുന്നത്. അപ്രൂവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന്, HOയുടെ സ്റ്റോക്കിൽ നിന്ന് ഇതിപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ സ്റ്റോക്ക് റിപ്പോർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് റിസീവിങ് എൻഡ് ഉണ്ടല്ലോ, നമുക്ക് കാട്ടാക്കട ബ്രാഞ്ചിലാണ് അവർ അത് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാട്ടാക്കട ബ്രാഞ്ചിലേക്ക് ലോഗിൻ ചെയ്യാം. കാട്ടാക്കട സെലക്ട് ചെയ്തു, യൂസർ നെയിം പാസ്വേഡും കൊടുത്തു. അവിടെ കയറുമ്പോൾ ഇവിടെ ഈ സൈഡിൽ ഒരു ബട്ടൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കൊരു ട്രാൻസ്ഫർ വന്ന് കിടപ്പുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് എവിടെ നിന്നാണ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്? ഇപ്പോൾ ചിലപ്പോൾ ഇവർക്ക് പല ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ വന്നിട്ടുണ്ടാവുമല്ലോ. എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാൻ റിപ്പോർട്ട്സിൽ നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അതിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്, ഈ റിപ്പോർട്ട് എടുക്കുക. നമുക്കിപ്പോൾ ഒരു ലോങ് പീരീഡ് കൊടുക്കാം. എന്നോട്ട് പഴയ ട്രാൻസ്ഫർ എല്ലാം കിടപ്പുണ്ടെന്നുള്ളത് നോക്കാം. പെൻഡിങ് ഫോർ അപ്രൂവ് ചെയ്യാൻ പെൻഡിങ് ആയിട്ടുള്ള 2 ബ്രാഞ്ച് കാട്ടാക്കടയായിട്ടുള്ള, അതായത് റിസീവിങ് ബ്രാഞ്ച് കാട്ടാക്കടയായിട്ട് പെൻഡിങ് ഫോർ അപ്രൂവലായിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? റിഫ്രഷ് ചെയ്തപ്പോൾ ഉണ്ട്. അതിൽ
VRKL വർക്കല ബ്രാഞ്ചിൽ നിന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ HOയിൽ നിന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട്. HOയിൽ നിന്ന് വന്നിരിക്കുന്നതിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. വർക്കലയിൽ നിന്ന് വന്നിരിക്കുന്ന ഐറ്റംസ് ഇതാണ്. 2 ട്രാൻസ്ഫർ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. വർക്കലയിൽ നിന്ന് വന്ന ഐറ്റം ഒന്ന് കാണണം. ഓക്കെ, ഇതാണ് സാധനം 1730. അപ്പോൾ അതിന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നോക്കാം. സ്റ്റോക്ക് ട്രാൻസ്ഫർ വിൻഡോ എടുക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ 2 സ്ഥലത്തു നിന്നാണ് വന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ HO സെലക്ട് ചെയ്തു. HO സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ HOയിൽ നിന്ന് വന്നിരിക്കുന്ന ട്രാൻസ്ഫർ അവിടെ വന്ന് കിടപ്പുണ്ടാവും. അത് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്ത് നിന്ന് അവരെങ്ങനെയാണോ ട്രാൻസ്ഫർ അടിച്ചത് അതേ വിൻഡോയിൽ തന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊന്നും മോഡിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ നിന്ന് വന്നിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ ഇവരിവിടെ അപ്രൂവ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യും, യെസ് കൊടുക്കും. ഇപ്പോൾ ഇത്രയും സ്റ്റോക്ക്, ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ സ്റ്റോക്കിലേക്ക് അക്സെപ്റ്റ് ആയി വന്നിട്ടുണ്ടാവും. മറ്റേ പെൻഡിങ് ഫോർ അപ്രൂവൽ എന്ന് പറയുന്ന ആ സെക്ഷനിൽ നിന്ന് പോയി നമ്മുടെ മെയിൻ സ്റ്റോക്കിലേക്ക് ഇത് കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് പെൻഡിങ് ഫോർ അപ്രൂവൽ മാറി നമ്മുടെ മെയിൻ സ്റ്റോക്കിലേക്ക് ഇത് കയറി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, നമുക്ക് HO ഒന്നുകൂടെ സെലക്ട് ചെയ്ത് നോക്കാം. HOയിൽ നിന്നുള്ള പോയെന്ന് നോക്കാം, പോയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കല ബ്രാഞ്ചിൽ നിന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട്, അതും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. വർക്കല അതായി എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, അതും കൂടെ അപ്രൂവ് ചെയ്തു, യെസ് കൊടുത്തു, അപ്രൂവായി. ഈ രീതിയിലാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ മാനേജ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ചില ബൾക്ക് പർച്ചേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ വലിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവർക്ക് 5 ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. 5 ബ്രാഞ്ചിലും ഈക്വലായിട്ട് ഇവർ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ കുറേ ഐറ്റംസ് മേടിച്ചിട്ട് വന്നു, കുറേ അതിൽ 1 by 1 ആയിട്ട് ഐറ്റംസ്, ഈ ഒരു ഐറ്റം 10 എണ്ണം, ഈ ഒരു ഐറ്റം 5 എണ്ണം, ഈ ഒരു ഐറ്റം 3 എണ്ണം, ഈ ഐറ്റം 10 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് അടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും, അത്രയും ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും ഇവർ എല്ലാ ബ്രാഞ്ചുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ എടുത്തിട്ട് ഇത്രയും സാധനവും വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ എടുത്തിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ എൻട്രി ഒന്നുകൂടെ കോപ്പി ആവും. ബ്രാഞ്ച് മാത്രം മാറ്റി കൊടുത്ത് സേവ് ചെയ്ത് പോയാൽ മതി. അവർക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ എൻട്രി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ടൊന്ന് പോയി നോക്കാം. സ്റ്റോക്ക് ട്രാൻസ്ഫർ റിപ്പോർട്ടിനകത്ത് പീരീഡ് കൊടുത്തു, പെൻഡിങ് ഫോർ അപ്രൂവൽ കൊടുത്തു. ഇവിടെ കാട്ടാക്കട ബ്രാഞ്ചിലേക്ക് വന്നത് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇനി ഒന്നുമില്ല, എല്ലാം പോയി കഴിഞ്ഞു. കൺഫേംഡ് എന്തൊക്കെയുണ്ട്? കൺഫേംഡ് കുറേ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറേ പർച്ചേസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അടിച്ചത് മാത്രം ഒന്ന് നോക്കാം. ഇന്ന് ഞാൻ 2 ട്രാൻസ്ഫർ അടിച്ചിരുന്നു, 1729 1730. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് 1730 മാത്രമായിരുന്നു. അപ്പോൾ 1730 എന്ന് പറയുന്ന ട്രാൻസ്ഫറിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെയാണിത് നോക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ബ്രാഞ്ചിൽ കയറിയിട്ട് ഫ്രം ഇന്ന സ്ഥലത്തുനിന്ന് വന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ അതും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്രം ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഏതൊക്കെയാണ് അത് ചെക്ക് ചെയ്താലും ഇതേ സാധനം തന്നെ വരും. ഈ ഫ്രം ബ്രാഞ്ച് HOയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും വരുന്നത്, ഇതേ ഐറ്റംസ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഓൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ HOയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെ കാണിക്കും. ഇവിടെ 2ൽ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും കൂടെ പല സ്ഥലത്തു നിന്നായിട്ട് ഒരിടത്തേക്ക് വന്ന എല്ലാ സാധനങ്ങളും കൂടെ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ആ റിപ്പോർട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഐറ്റം വൈസ് പല ടൈപ്പ് റിപ്പോർട്ടുണ്ട് സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ. കാറ്റഗറി വൈസ് സെർച്ച് ചെയ്യാം, ഐറ്റം വൈസ് സെർച്ച് ചെയ്യാം, ടാക്സ് വൈസ് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ചില ഓഡിറ്റേഴ്സൊക്കെ ടാക്സ് പ്രാക്ടീഷണേഴ്സൊക്കെ ഇവർ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ടാക്സ് വൈസ് റിപ്പോർട്ട് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സ് കൂടുതലുണ്ട്. ഒരു പ്രോഡക്റ്റ് മാത്രം എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആയി, ഈ ബ്രാഞ്ചിലേക്ക് എന്നൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വന്നു, അങ്ങനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം. കാറ്റഗറി വൈസ് ഒരു കാറ്റഗറി ഐറ്റം മാത്രം എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആയി, അങ്ങനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം. എല്ലാത്തിലും ഈ ഇപ്പം അപ്രൂവ്ഡ് ബട്ട് നോട്ട് അക്സെപ്റ്റഡ് ദെൻ അപ്രൂവ്ഡ് ദെൻ പെൻഡിങ് ഫോർ അപ്രൂവൽ എന്ന് പറയുന്നത് സേവ് ചെയ്ത് മാത്രം ഇട്ടിട്ടുള്ളതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഈ റിപ്പോർട്ടെല്ലാം നമുക്ക് എക്സലിലോട്ട് എക്സ്പോർട്ടും പ്രിൻറ്റും ഒക്കെ ചെയ്യാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.